ണ്ട് അത് ഇവിടെ പറയാത്തൊരു കാര്യമാണ്. ഇനിയിപ്പോൾ അടുത്ത സഭയാകുമ്പോൾ നിങ്ങൾക്ക് അത് ഉന്നയിക്കേണ്ട കാര്യമില്ല, അതുകൊണ്ടാണ് അഡ്വാൻസ് ആയിട്ട് പറയുന്നത്. മറ്റൊരു കംപ്ലൈൻറ്റ് കിട്ടി. ഒരു 4 മാസം പ്രായമുള്ള കുട്ടിയുടെ കണ്ണിലൊഴിക്കുന്ന മരുന്ന്, ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അത് ഡോക്ടർ കുറിച്ച് നൽകിയ മരുന്ന്, ആ മരുന്നല്ല ആ കുട്ടിക്ക് നൽകിയത്. അതിൻ്റെ ഫലമായി ആ കുട്ടിയുടെ കണ്ണിന് നീറ്റലൊക്കെ അനുഭവപ്പെടുകയും പിന്നീട് ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോയപ്പോൾ അത് സുഖപ്പെടുത്തുകയും ചെയ്തു. ഇതിനെ കുറിച്ച് റിപ്പോർട്ട് കിട്ടി, പരാതി കിട്ടി. കണ്ണാശുപത്രിയിൽ മരുന്ന് മാറിക്കൊടുത്ത ഫാർമസിസ്റ്റ് ശ്രീമതി രേഖയെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. സാർ, ഇവിടെ ഒരു കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ സാർ. ചികിത്സാ പിഴവ് ഉണ്ടാവുന്നത് ഏത് കാലത്തും ചിലപ്പോൾ ചികിത്സാ പിഴവുണ്ടാകും. പക്ഷെ അതിനെക്കുറിച്ച് പരാതി കിട്ടിയാൽ വസ്തുനിഷ്ഠമായി അന്വേഷിച്ച് നടപടിയെടുക്കുക, അതാണ് ഗവൺമെൻറ് ചുമതല. അല്ലാതെ സിസ്റ്റം മുഴുവൻ തകരാറാണ്, എനിക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല എന്ന് പറയുന്നല്ലോ സാർ ശരി. അങ്ങനെ സിസ്റ്റം തകരാറിലാണെങ്കിൽ മന്ത്രിയുടെ ആവശ്യമുണ്ടോ? അങ്ങനെ സിസ്റ്റം തകരാറാണെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെ ആവശ്യമുണ്ടോ? അതുകൊണ്ട് ഈ പരാതി കിട്ടിയ എല്ലാ പരാതികളും അന്വേഷിച്ച് ഒന്നിനും ന്യായീകരിക്കില്ല. അന്വേഷണ റിപ്പോർട്ട് കിട്ടിയാൽ, ഇനി വെള്ളപൂശുന്ന റിപ്പോർട്ടാണെങ്കിൽ അംഗീകരിക്കില്ല സാർ. പത്തനംതിട്ടയിൽ സംഭവം ഉണ്ടായി, ശ്രീ അബിൻ വർക്കി സൂചിപ്പിച്ചാണ്. ഒരു രോഗി, ആ രോഗിയുടെ കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ഏകദേശം 1 വർഷം മുമ്പ്, ഞാനല്ല മന്ത്രി, അന്നത്തെ ആ കോഴഞ്ചേരി പ്രദേശം ഉൾക്കൊള്ളുന്ന MLA മന്ത്രിയായിരുന്നപ്പോൾ ഒരു സർജറി നടത്തി. ആ സർജറി ഒരു വിഷബാധയിട്ട് അതിന് കുത്തിവയ്പ്പ് നടത്തി. കുറേ കഴിഞ്ഞപ്പോൾ അവർക്ക് ആ ഭാഗത്ത് വേദനയുണ്ടായി. വേദന സഹിക്കുക, നീര് വന്നു. രണ്ടാമതും പരിശോധിച്ചപ്പോൾ ഒരു സൂചി ഭദ്രമായിട്ട് അതിൻ്റെ അകത്ത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞു, അത് 4 വർഷം മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തതല്ലേ, അതിനുശേഷം വല്ല രോഗവും വന്നിട്ട് മറ്റേതെങ്കിലും ആശുപത്രിയിൽ പോയി കുത്തിവയ്പ്പ് എടുത്തായിരിക്കും. പക്ഷേ ഞങ്ങൾ വിശ്വസിച്ചില്ല, അന്വേഷിക്കാൻ പറഞ്ഞു. അന്വേഷണ റിപ്പോർട്ട് വെള്ളപൂശുന്ന റിപ്പോർട്ട് കിട്ടി. ആ റിപ്പോർട്ട് അംഗീകരിച്ചില്ല. പകരം നാളെ വൈകുന്നേരത്തിന് മുമ്പ് പൂർണ്ണമായിട്ട് എൻ്റെ റിപ്പോർട്ട് നൽകാൻ അവിടുത്തെ റേഡിയോളജിസ്റ്റ് ഉൾപ്പെടെയുള്ള സർജറി വിഭാഗത്തിൻ്റെ മേധാവികളെ ചുമതലപ്പെടുത്തി നാളെ വൈകുന്നേരം റിപ്പോർട്ട് കിട്ടിയാൽ മറ്റന്നാൾ കാലത്ത് നടപടി സ്വീകരിക്കും സാർ. അപ്പം ഞാൻ ഇത്രയേ സൂചിപ്പിക്കുന്നുള്ളൂ. എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ MLA മാർക്ക് നേരിട്ട് എന്നെ വിളിച്ച് വിവരം പറയാം. മുമ്പ് ഭരണകക്ഷി MLA വിളിച്ചിട്ട് പോലും ഫോൺ എടുത്തില്ല എന്നാണ് പരാതിയെങ്കിൽ, ഞാൻ സാർ പ്രതിപക്ഷ MLA ഉൾപ്പെടെയുള്ളവരുടെ ഫോൺ എടുക്കാം. തെറ്റുകൾ ഈ വകുപ്പ് സംബന്ധിച്ച് വളരെ പ്രയാസമുള്ള വകുപ്പാണ് സാർ. എല്ലാവരുടെയും സഹകരണത്തോടെ ഈ വകുപ്പ് നന്നായി കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരുടെയും സഹകരണം ഇക്കാര്യത്തിൽ ഉണ്ടാകണം എന്നാണ് പറയാനുള്ളത്. മറ്റൊരു കാര്യമുള്ള സാർ, ദേവസ്വത്തിനെ കുറിച്ച് ശ്രീ BB ഗോപകുമാറും ശ്രീ V മുരളീധരനും പറഞ്ഞു, CBI അന്വേഷണം എന്തുകൊണ്ട് നടക്കുന്നില്ല സ്വർണ്ണക്കൊള്ള. സാർ, അങ്ങേക്ക് അറിയാം, SITയെ നിയമിച്ചത് ഹൈക്കോടതിയാണ്. ഹൈക്കോടതി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കൊടുത്ത നിർദ്ദേശം, നിങ്ങൾ ഒരു റിപ്പോർട്ടും സർക്കാരിനെ കാണിക്കുക. എൻ്റെ മുൻ സർക്കാരിൻ്റെ കാലത്താണ്. നിങ്ങൾ ഒരു റിപ്പോർട്ടും സംസ്ഥാന സർക്കാരിനെ കാണിക്കേണ്ട, റിപ്പോർട്ട് നേരിട്ട് നൽകിയാൽ മതി. അതുകൊണ്ട് സാർ, ഇപ്പോൾ ഭരണം മാറിയെങ്കിലും ഈ SITയുടെ റിപ്പോർട്ട് പൂർണ്ണമായിട്ടും ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണ്. ആ റിപ്പോർട്ട് ചാർജ് ഷീറ്റ് കൊടുക്കുമല്ലോ, ചാർജ് ഷീറ്റ് കൊടുക്കുമ്പോൾ ആ പറഞ്ഞിട്ടുള്ള ചാർജ് ഷീറ്റിൽ പ്രതികളെ രക്ഷിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് അതിനുശേഷം മാത്രമേ തുടരന്വേഷണം നടത്താൻ കഴിയൂ. അത് അന്വേഷണം നടത്തും. ഒരു കാര്യം വ്യക്തമാണ് സാർ, സ്വർണം കട്ട ഒരാളെയും സംസ്ഥാന സർക്കാർ സംരക്ഷിക്കില്ല. അയ്യപ്പൻ്റെ സ്വർണം കട്ടവർ ജയിലിൽ കിടക്കും. അത് പാർട്ടിയുടെയും UDFൻ്റെയും നിലപാടാണ്, ഗവൺമെൻറ് നിലപാടാണ്. അതനുസരിച്ചിട്ടുള്ള നടപടികൾ ഗവൺമെൻറ് ഭാഗത്തുണ്ടാവും. ഇത്രയേ ഉള്ളൂ സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.